ഈ എപ്പിസോഡിൻ്റെ തുടക്കം കാണിക്കുന്നത് റോസയുടെ ഹസ്ബൻഡ് ആ പേപ്പർ കട്ടിങ്സ് എല്ലാം ചുമരിൽ ഒട്ടിച്ചു വെക്കുകയാണ്. അപ്പോൾ റോസ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കാണും. അപ്പോൾ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, ഇതെല്ലാം കഴിഞ്ഞതല്ലേ, മോൻ എങ്ങാനും ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് വിഷമാകും. ഒരു വിധത്തിലാണ് എല്ലാവരും അത് ഓവർകം ചെയ്തു വരുന്നത്. പിന്നെയും അത് തന്നെ ആലോചിച്ചിരുന്നാലോ. അപ്പം ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഫിംഗർ പ്രിൻറ്റ് കിട്ടിയ സ്ഥിതിക്ക് എനിക്കൊരു പ്രതീക്ഷയുണ്ടെന്ന്. പെട്ടെന്ന് സങ്കടത്തോടെ റോസ പറയും, നിങ്ങളന്ന് അവളെ പിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താണ്. പെട്ടെന്ന് റോസ സോറി പറഞ്ഞിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിനെയാണ്. തുളിൻ്റെ ബോസ് ഈ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ അയാളോട് പറയും, ഹാൻഡ്സ് രക്ഷപ്പെട്ടു, പക്ഷേ അയാളുടെ ഒരു ലാപ്ടോപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് തുറക്കാൻ നോക്കുകയാണ്. ഈ ബേസ്മെൻറ്റിലുള്ള മുറി സൗണ്ട് പ്രൂഫാണ്, അതുകൊണ്ട് ഒച്ചയൊന്നും പുറത്തേക്ക് കേൾക്കില്ല. അപ്പോഴേക്കും ഒരു ഓഫീസർ വന്നിട്ട് പറയാണ്, ലാപ്ടോപ്പ് ഞങ്ങൾ പാസ്വേഡ് ക്രാക്ക് ചെയ്തു എന്ന്. അപ്പോൾ അതിലവർ നോക്കുമ്പോൾ മാഗ്നസിനെ അയാൾ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട്. എല്ലാവർക്കും അത് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും, കാരണം കൊച്ചുകുട്ടിയല്ലേ. തുളിനും ഹെസ്സും കൂടി മാഗ്നസിനെ കാണാൻ ചെല്ലാണ്. അപ്പോൾ ഹെസ് പറയുന്നുണ്ട്, അമ്മയല്ല ആ സ്റ്റെപ്പ് ഫാദറിനെ ആയിരുന്നു കൊല്ലേണ്ടത്. തുളിൻ പറയും, ലോറയ്ക്ക് സംശയം തോന്നിയിരിക്കണം, അതുകൊണ്ടാണ് വീട്ടിലെ ലോക്കൊക്കെ മാറ്റിയത്. തുളിൻ വേഗം തന്നെ ജെൻസിനെ വിളിച്ചിട്ട് ചോദിക്കും, ആനിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ബ്ലഡ് സാമ്പിൾസ് മോളുടെ തന്നെയല്ലേ. അപ്പോൾ ജെൻസ് പറയും, അതെ, അതുപോലെ തന്നെ സാമ്പിൾസ് ബാത്റൂമിൽ നിന്നും ഗാർഡൻ റൂമിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. തുളിയും പറയാണ് ഹെസ്സിനോട്, ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ടല്ലോ, നമുക്ക് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒന്ന് മേടിക്കണം. നോക്കുമ്പോൾ 3-4 എക്സ്റേ റിപ്പോർട്ടുണ്ട് ഫ്രാക്ചർ ആയതിൻ്റെ. ആനിയുടെ ഹസ്ബൻഡിനെ ഇത് കാണിച്ചിട്ട് ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആ കുട്ടികളോട് ചെയ്തത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, വേറെ ആർക്കൊക്കെ ഇതറിയാം, നിങ്ങളുടെ ഭാര്യയ്ക്കും സംശയം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ അയാൾ പറയും, ആനിക്കെതിരെയും ആരോ സോഷ്യൽ സർവീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇതുപോലെ കുട്ടികളെ ശരിക്കും നോക്കണില്ല എന്ന്. അതിനുശേഷം ഞാനൊരു സോഷ്യൽ വർക്കറിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിനും ഹെസ്സും കൂടി കാറിലിരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടേക്ക് സെബാസ്റ്റ്യൻ വരും. വീട്ടിൽ ചെന്നിട്ട് സെബാസ്റ്റ്യൻ തുളിനോട് ഒരു വീക്കെൻഡ് ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ തുളിയും പറയും, ഇപ്പം ഞാൻ വരണില്ല എന്ന്. എന്നിട്ട് സെബാസ്റ്റ്യനോട് പറയും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കല്യാണമൊക്കെ കഴിച്ച് ഒരു നോർമൽ ലൈഫ് എനിക്ക് പറ്റില്ല എന്ന് പറയും. ഈ കേസും കൂടി ആയപ്പോൾ ഒരാളെ വിശ്വസിച്ച് കൂടെ കൂട്ടാനൊരു ബുദ്ധിമുട്ട്. സെബാസ്റ്റ്യൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ തുളി ജനലിൽ കൂടി സെബാസ്റ്റ്യൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹുഡി ധരിച്ച ആൾ ദൂരെ നിന്ന് തുളിനെ ഇങ്ങനെ നോക്കുന്നത് കാണും. തുളിനും അയാളെ സൂക്ഷിച്ച് നോക്കുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് റോസയുടെ ഓഫീസാണ്. ലിവിനോട് ചോദിക്കും, ഹോമിസൈഡ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിന്നെ എങ്ങാനും കോൺടാക്റ്റ് ചെയ്തിരുന്നു എന്ന്. ഇപ്പോൾ ലിവ് പറയില്ല, പക്ഷെ അവർ ചൈൽഡ് സോഷ്യൽ സർവീസിലേക്ക് വിളിച്ച് എന്തൊക്കെയോ അന്വേഷിച്ചിരുന്നു. അപ്പോഴേക്കും റോസയുടെ ഹസ്ബൻഡ് വരാണ്. അപ്പോൾ അയാൾ റോസയോട് പറയും, നീ പറഞ്ഞതുപോലെ ഇനി ഞാൻ ആ കേസിൻ്റെ പുറകിൽ പോകുന്നില്ല, ഞാനും മോനും കൂടി ഒരു സിനിമയ്ക്ക് പോവാണെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിനും ഹെസ്സും കൂടി ആ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുകയാണ്. അപ്പോൾ ഇവർ ആദ്യം ആനിക്കെതിരെ ഇതുപോലെ റിപ്പോർട്ടുണ്ടോ എന്ന് ഇവിടെ അന്വേഷിച്ചപ്പോൾ അവർ ഇല്ലയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ട്, അത് കാരണം മിസ്സായി പോയതാണെന്ന്. അപ്പോൾ ഹെസ് പറയുന്നുണ്ട്, അതുകൊണ്ട് എന്താ, ആ കുട്ടികൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ലോറയ്ക്കും ആനിക്കും എതിരെയുള്ള റിപ്പോർട്ട് നോക്കുമ്പോൾ രണ്ടുപേർക്കും എതിരെ ഒരേപോലത്തെ വേർഡിങ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹെസ് പറയുന്നുണ്ട്, ഇയാൾ കൊല്ലുന്നതിന് മുൻപ് ഇങ്ങനെ അവർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കുമെങ്കിൽ ഇനി കൊല്ലാൻ പോകുന്ന ആൾക്കെതിരെയും കൊടുത്തിട്ടുണ്ടാവും. ഹെസ് അവിടെയുള്ളവരോട് പറയാണ്, കഴിഞ്ഞ വർഷം ഇതുപോലെ നെഗ്ലിജൻസോ അബ്യൂസ് എന്നൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും എതിരെ അനോണിമസ് ആയി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടൊക്കെ തരാം. ഒരു പൂ ചോദിച്ചിട്ട് പൂന്തോട്ടം കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒരുപാട് റിപ്പോർട്ട്സ് അവർക്ക് കിട്ടുകയാണ്. ഇതിലേതായിരിക്കും? ഹെസ് തുളിൻ്റെ ബോസിനോട് പറയും, ഈ റെസ്പോൺസിബിൾ ആയ മദേഴ്സിനെയാണ് കൊല്ലുന്നത്, അതിൽ ക്രിസ്റ്റീൻ്റെ ഫിംഗർ പ്രിൻ്റും ഉണ്ട്, ഇത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ അഫയേഴ്സിന് ഒരു മെസ്സേജും കൂടിയാണ്, ഇത് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്, അവരെ ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചെയ്യണം. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവർ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ തുളിൻ ഒരേപോലത്തെ വേർഡിക്സ് ഉപയോഗിച്ചിട്ടുള്ള 5 റിപ്പോർട്ടുകൾ അതിൽ നിന്ന് എടുക്കുകയാണ്. നല്ല ഫാമിലി സെറ്റപ്പ് അല്ലാത്ത കുറച്ച് പേരുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഹെസ് ചോദിക്കുന്നുണ്ട്, ഇയാളെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? അപ്പോൾ തുളിയും പറയും, ചിലപ്പോൾ അതോറിറ്റീസിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കുന്നതായിരിക്കും ഇടപെടാനായിട്ട്. അതിൽ നിന്ന് ഒന്നും കൂടി മാച്ച് ആവുന്ന 2 കിട്ടും. അതിൽ നിന്ന് ജെസ്സി എന്ന ഒരു ലേഡിയുടെ റിപ്പോർട്ട് എടുക്കുകയാണ്. ജെസ്സി 24 വയസ്സ്, 6 വയസ്സുള്ള മോളുമായിട്ടാണ് താമസം. കുട്ടിയുടെ അച്ഛനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല. മോള് കൂടെ ഉള്ളപ്പോൾ തന്നെ എപ്പോഴും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടായിരിക്കും ആള്. നൈബേഴ്സ് പറയുന്നത് അവരുടെ വീട്ടിൽ എപ്പോഴും വിസിറ്റേഴ്സ് ആയിരിക്കും, അതുപോലെ രാത്രിയിൽ ഒച്ചത്തിലും മ്യൂസിക്കൊക്കെ വെച്ച് ഭയങ്കര ബഹളമാണ്. ഈ ജെസ്സിയുടെ മോറൽ സൈഡ് അത്ര നല്ലതൊന്നുമല്ല. അത് കഴിഞ്ഞ് നമ്മളെ ജെസ്സിയെ കാണിക്കുകയാണ്. മോളെയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവാണ്. ആ കൊച്ചിനാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല, ഉന്തിത്തള്ളിയാണ് അതിനെ കൊണ്ട് പോകുന്നത്.
പിന്നെ കാണിക്കുന്നത് ഈ ഡാൻസ് സ്കൂളിലെ തന്നെ വേറൊരു കുട്ടിയുടെ പാരൻറ്റുമായിട്ട് ബേസ്മെൻറ്റിൽ ജെസ്സി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നതാണ്. എല്ലാം കഴിഞ്ഞിട്ട് അയാൾ പറയും, ഇത് ലാസ്റ്റ് ടൈമാണ്, ഇനി എന്നെ വിളിക്കണ്ട, എനിക്ക് ഭാര്യയൊക്കെ ഉള്ളതാണ്, ഇനി എന്നെ ഫോളോ ചെയ്യരുതെന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഇയാൾ ഓർത്തില്ലായിരിക്കുമോ? അയാളെ കുറേ ചീത്തയും പറഞ്ഞുകൊണ്ട് ജെസ്സി അവിടെ നിന്ന് പോവാണ്. കുറച്ച് ദൂരം നടക്കുമ്പോൾ ആരോ ഫോളോ ചെയ്യണ പോലെ തോന്നും. പേടിച്ച് അവിടെ നോടി പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ തുളിനും ഹെസ്സും ജെസ്സി അന്വേഷിച്ച് പുറത്ത് നിൽക്കുന്നുണ്ടാവും. തുളിനോട് ബോസ് ചോദിക്കുകയാണ്, ഇവരാണ് അടുത്ത വിക്ടിം എന്ന് എന്താ ഉറപ്പെന്ന്. തുളിയും പറയും, അറിയില്ല, നമ്മളൊരു റിസ്ക് എടുക്കുകയാണ്. ഇവർ ജെസ്സിയുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ആൾക്ക് വലിയ കുലുക്കമൊന്നുമില്ല. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കെതിരെ റിപ്പോർട്ട് തന്നത് ചിലപ്പോൾ വേറെ കുട്ടികളുടെ പാരൻസ് വല്ലതുമായിരിക്കും. ഹെസ് ബോസിനോട് പറയും, അടുത്തത് ഇവരാകാൻ നല്ല സാധ്യതയുണ്ട്, ഇവരെപ്പോഴും ആൽക്കഹോളിക്കാണ്. അതുമല്ല ടീച്ചേഴ്സൊക്കെ പറയുന്നുണ്ട് മീറ്റിങ്ങിലൊക്കെ ഇവർ കുട്ടിയെ നന്നായി നോക്കുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വേറൊരു ഓഫീസർ വന്നിട്ട് ഒരു ബ്രേക്കിംഗ് ന്യൂസ് കാണിക്കുകയാണ്. അപ്പോൾ അതിൽ ക്രിസ്റ്റിൻ ഹാർട്ടിങ്സ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് പോണത്. റോസയുടെ ഹസ്ബൻഡും മോനും കൂടി ഒരു സിനിമയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്ന് ബെല്ലടിക്കണത്. അപ്പോൾ അയാൾ പോയി വാതിൽ തുറക്കുമ്പോൾ ഒരാൾ പറയും, ഞാനൊരു TV റിപ്പോർട്ടറാണ്, ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. 2 കൊലപാതക സ്ഥലത്തു നിന്നും നിങ്ങളുടെ മോളുടെ ഫിംഗർ പ്രിൻറ്റ് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പോലീസിൽ നിന്നൊരു ന്യൂസ് കിട്ടി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്, നിങ്ങളുടെ മോള് ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടോയെന്ന്. ഇയാൾക്ക് നല്ല ദേഷ്യം വരും. എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ അയാൾ ദേഷ്യപ്പെട്ട് വാതിലടയ്ക്കാണ്. പിന്നെ കാണിക്കുന്നത് തുളിൻ്റെ വീടാണ്. അപ്പോൾ മോള് ചോദിക്കുന്നുണ്ട്, സെബാസ്റ്റ്യൻ എന്താ ഇപ്പോൾ വരാത്തെ? ഞാനാണെങ്കിൽ കാണിക്കാനായിട്ട് കുറേ പടങ്ങളൊക്കെ വരച്ചതായിരുന്നു. തുളിയും പറയും, ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല. അപ്പോഴേക്ക് ഹെസ് വരും. അവരുടെ കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ കൊച്ച് കഴിച്ച് തീരുന്നതിന് മുമ്പ് തുളിയും പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് പോകും. ഗ്രാൻഡ് പേപ്പർ വരുന്നും പറഞ്ഞ്. ലേ ആണെങ്കിൽ ഹെസ്സിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ലേ ഹെസ്സിനോട് പറയുന്നുണ്ട്, എൻ്റെ റിയൽ ഗ്രാൻഡ് പേ ഒന്നും അല്ല അത്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഫാമിലി എവിടെയാ? ഹെസ് പറയും, എനിക്ക് ഫാമിലി ഒന്നുമില്ല. അപ്പോൾ കൊച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും അല്ലേ? അപ്പോൾ ഹെസ് പറയും, എൻ്റെ ഭാര്യ ഒരു ഫയർ ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാ. അപ്പോൾ തുളിൻ ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തുളിൻ ജെസ്സിയുടെ പോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ജെസ്സിയുടെ ഫ്ലാറ്റിലേക്ക് ചെല്ലാണ്. ഹുഡി ധരിച്ചിരിക്കുന്ന കാരണം ദൂരെ നോക്കിയാൽ ജെസ്സി ആണെന്നേ തോന്നും. ആ ഫ്ലാറ്റിലും അതിനടുത്തുള്ള എല്ലാ ബിൽഡിങ്ങിലും പോലീസുകാരെയൊക്കെ നിർത്തിയിട്ടുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോയെന്നറിയാൻ. അതിനിടയിൽ TV-യിൽ റോസയുടെ ഹസ്ബൻഡിൻ്റെ ഇൻ്റർവ്യൂ കാണിക്കുകയാണ്. അപ്പോൾ ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറയും, ഞാനും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ റോസയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ പോലീസിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും. ക്രിസ്റ്റീൻ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അയാൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് റോസയോട് പറയാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ തിരിച്ചു വരുന്നത്. പിന്നെ നമ്മളെ ഈ ഫ്ലാറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഹെസ് ദൂരെ നിന്ന് ബൈനോക്കുലറിൽ നോക്കുന്നുണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന്. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരാൾ ഈ ജെസ്സിയുടെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഡോറിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും പോലീസുകാർ അയാളെ പിടിക്കും. നോക്കുമ്പോൾ അത് ആ ഡാൻസ് ക്ലാസ്സിലെ ജെസ്സിയുമായി അഫെയർ ഉള്ള ആളായിരിക്കും. അയാൾ പറയുന്നത് അയാളും ജെസ്സിയും തമ്മിൽ ബേസ്മെൻറ്റിൽ ഇരിക്കുന്ന ഫോട്ടോ ഇയാളുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഹെസ് വേഗം തന്നെ ചോദിക്കുകയാണ്, ജെസ്സി ഇപ്പോൾ എവിടെയാണെന്ന്. അപ്പോൾ തുളിയും പറയും, സാധാരണ അവർ ഹോളിഡേക്ക് പോകുന്ന ഒരു ഹോട്ടലിലാണ്, പേടിക്കേണ്ട, നമ്മുടെ ഓഫീസേഴ്സ് അവിടെ ഉണ്ടെന്ന് പറയും. ഇതേ സമയം ജെസ്സിയുടെ ഹോട്ടൽ നമ്മളെ കാണിക്കുകയാണ്. അപ്പോൾ ജെസ്സി കൂടെ നിൽക്കുന്ന ഓഫീസറോട് പറയും, ഇനിയെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന്. അപ്പോൾ അയാൾ പറയും, പോയി കിടന്നുറങ്ങാൻ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് കാറിൽ നിന്ന് അലാം അടിക്കണ ഒച്ച കേൾക്കും. അപ്പോൾ ജെസ്സിയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ഓഫീസർ പുറത്തിറങ്ങി നോക്കാൻ പോകും. അപ്പോഴേക്കും ഹെസ്സും തുളിനും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അലാം സ്റ്റോപ്പ് ആകും. അപ്പോൾ ജെസ്സി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആരെയും കാണില്ല. പെട്ടെന്ന് ഇവരുടെ മുറിയുടെ ഡോർ അടയും. അപ്പോൾ കൊച്ചകത്ത് കിടന്നുറങ്ങണ കാരണം ജെസ്സി ഓടി വന്നത് ഡോർ തുറക്കാൻ നോക്കുമെങ്കിലും പറ്റണില്ല. അപ്പോൾ നമ്മളെ ഒരു ചെസ്റ്റ്നട്ട് മാൻ്റെ ഫിഗറിന് അവിടെ ഇരിക്കണ കാണിക്കുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ തുളിനും ഹെസ്സും ഇവിടേക്ക് വരാണ്. അവർ നോക്കുമ്പോൾ ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഓഫീസർ അവിടെ മരിച്ചു കിടക്കാണ്. അകത്ത് കയറി നോക്കുമ്പോൾ ജെസ്സിയെ കാണുന്നില്ല. അവർ ആ പരിസരത്ത് ജെസ്സിയെ അന്വേഷിച്ച് നടക്കാണ്. കുറച്ച് അകലെയായിട്ട് ജെസ്സിയുടെ ബോഡി അവർക്ക് കിട്ടാണ്, കുരിശിൽ തറച്ച പോലെ. ഇപ്രാവശ്യം 2 കൈപ്പത്തിയും ഒരു കാൽപാദവും വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.